ഉസ്താദുമാരുടെ നേതൃത്വത്തിൽ ഇനിയും ബോർദ മജ്ലിസും ഒക്കെ നടക്കും. അതിൻ്റെ ഇടയിൽ അല്പം ദൂരെ എത്താനുള്ളത് കൊണ്ട് രാത്രി പരിപാടി തമിഴ്നാടിൻ്റെ ഒരു ഭാഗത്ത് ദേവറശോലയിലാണ്. അപ്പോൾ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് ദുആ ചെയ്ത് നിങ്ങളോട് സംബന്ധം ചോദിക്കുന്നതാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല സീം വലുല്ലാഹി മഹാനവരുടെ പൊരുത്തം ലഭിക്കുന്നവരിൽ അള്ളാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. മഹാനായ ഖുതുബുൽ സീം വലുല്ലാഹി ഖദ്ദസുല്ലാഹു സിർറുൽ അസീസ് മഹാനവകൾ നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് 36 വർഷമായി. നമുക്ക് ഇടപഴകാൻ അവസരം കിട്ടിയ ആളുകൾക്ക് ഇത്രത്തോളം ആയോ എന്ന് ചിന്തിച്ചാൽ ഒരു 10-15 വർഷമായി എന്നേ തോന്നുന്നുള്ളൂ. അത്രത്തോളം ജനങ്ങളുടെ ഹൃദയങ്ങളിൽ, മുഹിബ്ബീങ്ങളുടെ ഹൃദയങ്ങളിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മഹാനാണ്. അള്ളാഹു അവിടുത്തെ ദർജകൾ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. നമ്മൾ ചിന്തിക്കുമ്പോൾ ഖുതുബുൽ ആലം എന്നൊക്കെ പറയുമ്പോൾ ലോകത്തിൻ്റെ ഖുതുബ് എന്ന് പറഞ്ഞാൽ ഇത്രത്തോളം വിപുലമായ ആണ്ട് നേർച്ചകൾ നടത്തി വരുന്ന ഒരു മഹാന് മറ്റുണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് മറുപടി അറിയാൻ കഴിയാത്തൊരവസ്ഥയാണ്. ശവ്വാൽ 4-നാണ് മഹാനവറുകൾ വഫാത്തായിട്ടുള്ളത്. ഈ വഫാത്ത് ദിവസം മുതൽ തുടങ്ങിയ പരിപാടി ശവ്വാൽ ഏതാണ്ട് അവസാനിക്കാറായി. എന്നിട്ടും ദുൽഖഅദ് മാസത്തിലൊക്കെ എത്രയോ സ്ഥലങ്ങളിൽ അവിടുത്തെ പേരിലുള്ള മജ്ലിസുകൾ നടന്നു വരുന്നു. ഇത് തന്നെ അവിടുത്തെ ഒരു വലിയ കറാമത്താണ്. ഓരോ മജ്ലിസുകളിലും അവിടുത്തെ പേരിലുള്ള മദ്ഹുകളും അനുസ്മരണങ്ങളും അവിടുത്തെ പേരിലുള്ള ദാനധർമ്മങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മഹാനവറുകൾ പറയാറുണ്ട്, ധർമ്മത്തിൽ വെച്ച് ഏറ്റവും വലിയ ധർമ്മം ഏതാണെന്ന് ചോദിച്ചാൽ ഭക്ഷണം വിതരണം ചെയ്യലാണ്. അന്നദാനം എന്ന് പറയും, അതാണ് ഏറ്റവും വലിയ ധർമ്മം. അപ്പോൾ മഹാനവറുകളുടെ പേരിൽ ഓരോ സ്ഥലങ്ങളിലും ധാരാളം മജ്ലിസുകളും അവിടെയൊക്കെ ഭക്ഷണം വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നൊക്കെ അതൊക്കെ അവിടുത്തെ ദർജ വരാൻ അല്ലാഹു കാരണമാക്കി തരട്ടെ. ഇങ്ങനെ മഹാനവറുകളുടെ ജീവിതകാലത്ത് ബന്ധപ്പെട്ട ഒരുപാട് അനുഭവങ്ങളാണ്. അതുപോലെ വഫാത്തിന്റെ ശേഷവും അവിടുത്തെ പേരിൽ ഫാത്തിഹ ഓതിയാലും യാസീൻ ഓതിയാലും അവിടുത്തെ മജ്ലിസുകളിൽ പങ്കെടുത്താലും അവിടുത്തെ സിയാറത്ത് ചെയ്താലും ഒക്കെ അതിന്റെ ഫലം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു തആല അവരുടെ നോട്ടം നമുക്ക് നിലനിർത്തി തരുമാറാവട്ടെ. നമ്മൾ ഇത്തരം മഹാന്മാരുമായിട്ട് അവരുടെ മജ്ലിസിലൊക്കെ പങ്കെടുക്കുമ്പോൾ ദിവസം ഒരു ഫാത്തിഹ എങ്കിലും അവരുടെ പേരിൽ ഓതിക്കൊണ്ട് അവരുമായി ഒരു ബന്ധമുണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്പോൾ ജീവിതകാലത്ത് ഒരുപാട് ആളുകൾക്ക് അഭയകേന്ദ്രമായിരുന്നു. ഏതേത് പ്രയാസങ്ങൾക്ക് ഒരൊറ്റ വാക്കിലൂടെ അതിന് പരിഹാരം ലഭിക്കുന്ന ഒരവസ്ഥയായിരുന്നു. ഇപ്പോൾ രോഗം കൊണ്ട് ബുദ്ധിമുട്ടാകുന്ന ആളുകൾക്ക് ഒരൊറ്റ വാക്കിലൂടെ ആ രോഗം ഇനി വേണ്ട എന്ന് പറഞ്ഞാൽ അതങ്ങ് കാമിലു ഷിഫാ ലൈസ ബിൽ ഇലാജി ബൽ ബിൽ ഖൗലി, ഒരു മെഡിസിനോ അല്ലെങ്കിൽ ഒരു തെറാപ്പിയോ അതല്ലെങ്കിൽ മറ്റൊരു കാര്യകാരണങ്ങളോ ഇല്ലാത്ത രൂപത്തിൽ ഒരൊറ്റ വാക്കിലൂടെ അങ്ങോട്ട് സുഖപ്പെടുന്ന ഒരവസ്ഥയായിരുന്നു. അപ്പോൾ വാവാടിനടുത്തുള്ള സയ്യിദ് അവറുകൾ വയറുവേദന കൊണ്ട് വലിയ പ്രയാസപ്പെട്ട് പല ഡോക്ടർമാരെയും കാണിച്ചു. അവസാനം ആളുകൾ പറഞ്ഞു, നിങ്ങൾ സി എം വലുതാൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു അവിടെ എന്തെങ്കിലും പരിഹാരം പറഞ്ഞു തരുമെന്ന് പറഞ്ഞപ്പോൾ ഈ സയ്യിദ് അവറുകൾ അങ്ങനെ പോവുകയാണ്. സി എം വലുതാൻ്റെ അടുക്കൽ ചെല്ലുന്നു. അവിടെ പോകുന്ന സമയത്ത് ഞാനൊരു സയ്യിദാണ്, അന്യ സ്ഥലത്ത് നിന്ന് വരികയാണ്, എനിക്ക് ഇന്ന പ്രയാസമുണ്ട് എന്നൊക്കെ പറയാൻ വേണ്ടി മനസ്സിലിങ്ങനെ കരുതിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ സി എം വലുതായി ഇങ്ങനെ ഒരു മജ്ലിസിൽ ഇരിക്കുകയാണ്, അവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സയ്യിദ് അവറുകൾ നേരത്തെ പരിചയമുള്ള ആളുമല്ല. ഈ തങ്ങളെ കണ്ട ഉടനെ സി എം വലുതായ തങ്ങളെ വരിയെന്ന് പറഞ്ഞ് വിളിച്ചു. തങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു ഭക്ഷണത്തിൽ നിന്ന് അല്പം ഒരു ഉരുള കൊടുത്തിട്ട് ഇതങ്ങോട്ട് കഴിച്ചോളൂ, നിങ്ങളുടെ വയറുവേദന അങ്ങോട്ട് മാറിക്കോളൂ. അതോടുകൂടി അങ്ങോട്ട് ഷിഫായി, കാമിലു ഷിഫാ ലൈസ ബിൽ ഇലാജി ബൽ ബിൽ ഖൗലി, ഒരൊറ്റ വാക്കിലൂടെ അങ്ങോട്ട് സുഖപ്പെടുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തങ്ങൾ അവാർഡിനടുത്തുള്ള ഒരു തങ്ങൾ മുസമ്മിൽ തങ്ങൾ എന്ന് പറയാം, തങ്ങളുമായിട്ട് ഇങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ ഇറച്ചി കൂട്ടൂല കഴിക്കൂലെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഇറച്ചി കൂട്ടാനുള്ള സമ്മതം എനിക്ക് തന്നത് സീമലുള്ളാഹിയാണ്. അപ്പൊ ഞാൻ ചോദിച്ചാൽ എന്താ സംഭവം? അപ്പോൾ അവർ പറഞ്ഞു, ഭക്ഷണം കഴിച്ചാൽ ഇറച്ചി മാംസം കഴിച്ചാൽ വയറുവേദന ഉണ്ടായിരുന്നു. അപ്പൊ എൻ്റെ ഉപ്പ എന്നെ കൂട്ടി സീമൽദാൻ എടുക്കൽ ചെന്നു. ഇവർക്ക് മാംസം ഒന്നും കഴിക്കാൻ കഴിയില്ല. അപ്പൊ സീമൽദാൻ പറഞ്ഞു, എല്ലാ മാംസവും അവർക്ക് കഴിക്കാം, അവർക്ക് കോഴി കഴിക്കാം, പോത്തിറച്ചി കഴിക്കാം, ആട്ടിറച്ചി കഴിക്കാം, മുയലിറച്ചി കഴിക്കാം, എല്ലാ മാംസവും കഴിക്കാന്ന് പറഞ്ഞു. അപ്പൊ തങ്ങൾ പറയാണ്, അന്ന് മുതൽ ഞാൻ മാംസം കഴിക്കാറ് തുടങ്ങിയിട്ടുണ്ട്. സാധാരണ ആളുകൾക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിച്ചാൽ ഒരു ഗ്യാസ് ട്രബിളൊക്കെ ഉണ്ടാവും, എനിക്ക് അതുപോലും ഇല്ല, ഒരു പ്രശ്നമില്ല. അന്ന് മുതൽക്ക് സീമൽദാന്റെ ആ സമ്മതം കിട്ടിയ ആ വാക്കിലൂടെ ഇന്ന് വരെ ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇതുപോലത്തെ ഒരുപാട് അനുഭവങ്ങളായിരുന്നു. ഏതേത് വിഷയങ്ങൾക്കും മഹാനവറുകൾ പരിഹാരമായിരുന്നു. ഞാൻ കൊല്ലത്തൊരു പരിപാടിക്ക് പോയി പാടുന്ന ഒരു ഉസ്താദ് പറഞ്ഞു, അവരുടെ സഹോദരിക്ക് വിവാഹം ശരിയാവുന്നില്ല, എത്രയോ 3-4 വർഷം അങ്ങനെ അന്വേഷിച്ചിട്ട് ശരിയാവുന്നില്ല. അപ്പൊ അവരുടെ ആ ഉസ്താദിന്റെ ഉപ്പ പറഞ്ഞു, നമ്മൾ സീമൽദാന്റെ അടുക്കൽ ചെല്ലുക. അവിടെ ചെന്നു. സീമൽദാന്റെ അടുക്കലേക്ക് ചെന്നപ്പോൾ അവിടുന്ന് പറഞ്ഞു, പെങ്ങൾക്ക് കല്യാണം ശരിയാവുന്നില്ല പറയുമ്പോൾ പുതിയാപ്പിള വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. സീമലതായി പറഞ്ഞു, പുതിയാപ്പിള വന്നിട്ടുണ്ട്, നിങ്ങൾ നാട്ടിലേക്ക് പോയിക്കോളി. അപ്പൊ
അപ്പോൾ അവർ വീട്ടിലെത്തിയപ്പോൾ ഉമ്മ പറയാണ്, ഇന്നലെ ഒരു പുതിയാപ്പിള, നിങ്ങൾ കോഴിക്കോട് പോയ സമയത്ത് ഇവിടെ ഒരു പുതിയാപ്പിളായിട്ട് ഒരാൾ വന്നിരുന്നു, മകളെ കാണാൻ വേണ്ടി വന്നിരുന്നു, നിങ്ങളാരും ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ഞാൻ കാണിച്ചു കൊടുത്തിട്ടില്ല, പിന്നെ വരി എന്ന് പറഞ്ഞയച്ചു. സീമലതായി പറഞ്ഞാൽ പുതിയാപ്പിള വന്നിട്ടുണ്ടെന്നാണ്. അങ്ങനെ പിന്നെ 2 ദിവസം 3 ദിവസം കഴിഞ്ഞപ്പോൾ ഇയാൾ വീണ്ടും വരികയാണ്. വരുന്ന സമയത്ത് ഈ ഉപ്പയും മകനൊക്കെ അവിടെ ഉണ്ട്. അങ്ങനെ പെങ്ങളെ കണ്ടു, അവരെ കല്യാണം ഉറപ്പിച്ചു. അതാണെന്ന് അവരെ അളിയനെന്ന് പറഞ്ഞു. സീമലതാ പുതിയാപ്പിള വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ അവർ പറഞ്ഞു, ആ കല്യാണം നിശ്ചയിച്ച ഉടനെ റമദാൻ ശേഷമാണ് കല്യാണം. ആ കല്യാണത്തിന് അവിടുത്തെ ഒരു പതിവ്, കൊല്ലം ജില്ലയിലുള്ള ഒരു പതിവ്, ഒരു വാച്ചും 1000 രൂപയും പുതിയാപ്പിള കൊടുക്കും. അന്നത്തെ കാലത്തുള്ളതാണ്. അപ്പൊ അത് അങ്ങോട്ട് കൊടുക്കേണ്ടതാണ്. അപ്പൊ അത് കൊടുക്കാൻ ഇവിടുത്തെ ക്യാഷില്ല. അപ്പൊ അത് വീണ്ടും പോയി ശിവൽദാൻ എടുക്കൽ ചെന്നു. അപ്പൊ അവർ കാശ് നാട്ടിലെത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അന്ന് ഈ ഉസ്താദ് ശിവൽദാനെ കാണാൻ ചെന്ന അന്ന് പോസ്റ്റ്മാന് വരെ തിരഞ്ഞു വന്നിട്ടുണ്ട്, നിങ്ങൾ മണി ഓർഡർ വന്നിട്ടുണ്ട് എന്നാണ്. അപ്പൊ ആളില്ലാത്ത കൊണ്ട് തിരിച്ചു പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഇവിടെ ചെന്ന് വന്ന് നോക്കിയാൽ ക്യാഷ് 3000 രൂപ വന്നിട്ട് 3 ആള് 1000 രൂപ അയച്ചിട്ട് 3000 രൂപ അവിടെ എത്തി. അത് സീമലത അവിടെ പറയുന്നത് കാശ് അവിടെ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് കല്യാണത്തിനുള്ള ചെലവുകളൊക്കെ കല്യാണമൊക്കെ കഴിച്ചു എന്ന് പറഞ്ഞു. ഈ രൂപത്തിൽ മറഞ്ഞു കണ്ടു നമുക്ക് കാണാൻ കഴിവില്ലാത്ത കണ്ണുകൊണ്ട് കാണാൻ കഴിവുള്ള ആളുകളാണ് ഇത്തരം മഹാന്മാർ. നമ്മൾ ചിലപ്പോൾ മനസ്സിൽ കരുതുന്നത് ഇങ്ങോട്ട് ഒരൊറ്റ വാക്കിലൂടെ അങ്ങോട്ട് പറയുന്ന ഒരവസ്ഥയാണ്. അപ്പൊ ഇതുപോലെ വഫാത്തിന്റെ ശേഷം എത്രയോ അനുഭവങ്ങൾ. അപ്പൊ ഒരു ഉസ്താദ് തന്നെ പറഞ്ഞ് അവരുടെ ഉസ്താദിന്, ആ ഫൈസി ഉസ്താദിന് കുട്ടികളില്ലാത്തൊരു പ്രയാസം ഉണ്ടായി. അപ്പോ 3 വർഷമായി കല്യാണം, 4 വർഷമായി കല്യാണം കഴിച്ച് കുട്ടികളില്ല. അപ്പൊ സീമൽദാന്റെ അടുക്കൽ ചെന്നപ്പോ അവിടെ നിന്ന് ഇങ്ങനെ 3 വിരൽ കാണിച്ചെടുത്തു. ഇങ്ങനെ പറഞ്ഞിട്ട് പോവാന്ന് പറഞ്ഞു, പോയിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പൊ അവർക്ക് 3 കുട്ടികളുണ്ട്. ഈ രൂപത്തിൽ മറഞ്ഞ കണ്ടുകൊണ്ട് പറയാനുള്ള കഴിവായിരുന്നു മഹാനവർകൾ. ഇപ്പോൾ വഫാത്തിന്റെ ശേഷവും നമുക്ക് അവിടത്തേക്ക് ഫാത്തിഹ ഓതിയാൽ അല്ലെ യാസീൻ ഓതിയാൽ അല്ലെ ഇത്തരം മജ്ലിസുകളിലൊക്കെ ദുആ ചെയ്താൽ അതിന്റെ ഫലം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഇത്തരം മഹാന്മാരുമായിട്ട് നമ്മളൊരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു തആല ഇത്തരം മഹാന്മാരുടെ മദദും നുസ്രത്തും നമുക്ക് നിലനിർത്തി തരുമാറാവട്ടെ. നമ്മളൊക്കെ സ്നേഹിക്കുന്ന മഹാന്മാരോടുകൂടെ സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂടാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രത്യേകിച്ച് നമ്മൾ നല്ല ഇബാദത്ത് ചെയ്യുന്നതോടുകൂടെ ഇത്തരം മഹാന്മാരെ നമ്മൾ സ്നേഹിച്ചാൽ അവരെ സുഹബത്ത് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ വിജയിപ്പിച്ചു തരുമാറാവട്ടെ. ശിവലുദായോട് അബ്ദുൽ അസീസ് മദനി എന്ന് പറയുന്ന ഒരാൾ വടവൂർ വന്ന് താമസിച്ച ആളായിരുന്നു, മരണപ്പെട്ടു പോയി. അതെ, അപ്പൊ അവര് ചോദിച്ചു, ഞാൻ സ്വർഗത്തിലോ നരകത്തിലോ? പല സംശയം ചോദിക്കുന്ന ആളാ. സീമൽദാനോട് ചെന്നിട്ട് ചോദിച്ചു, ഞാൻ സ്വർഗത്തിലോ നരകത്തിലോ? അപ്പൊ സീമൽദാൻ അൽ മർഉ മൻ അഹ്ബ, മനുഷ്യൻ ആരെയാണോ പ്രിയം വെക്കുന്നത് അവരോട് കൂടെയാണ്. നമ്മൾക്ക് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്നത് മുത്തനബി തങ്ങളോട് കൂടെ സ്വർഗത്തിലാവണം എന്നുള്ള രൂപത്തിലാണ്. അതുപോലെ തന്നെ ബദരീങ്ങളെ നമ്മൾ സ്നേഹിക്കുന്നത് ബദരീങ്ങളോട് കൂടെ സ്വർഗത്തിൽ കടക്കാൻ കഴിയണം എന്നല്ല. അതുപോലെ മഹാന്മാരെ സ്നേഹിക്കുന്നത് എന്തുകൊണ്ടാണ്? അവരോട് കൂടെ സുഹബത്ത് ഉണ്ടാവാൻ വേണ്ടി, അവരോട് കൂടെ സ്വർഗത്തിൽ എത്തണം എന്നുള്ള നിയ്യത്തിലാണ്. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെ ചേർത്തി തരുമാറാവട്ടെ. നമ്മൾ സാധാരണ ഇബാദത്തുകളൊക്കെ ചെയ്യുന്നതോടുകൂടെ ഇത്തരം മഹാന്മാരെ നമ്മൾ സ്നേഹിച്ചാൽ എന്താവും? അവരോടുകൂടെ നമുക്ക് സ്വർഗത്തിൽ കടക്കാൻ കഴിയും. അല്ലാഹു അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. അതിനുള്ള കാരണങ്ങളായി ഈ മജ്ലിസിനെയും ഇതുപോലത്തെ മജ്ലിസുകളൊക്കെ അല്ലാഹു നമ്മിൽ നിന്ന് കബൂലാക്കി തരട്ടെ. ഇൻഷാല്ലാ യാത്ര പോകാനുള്ളതുകൊണ്ട് പ്രത്യേകമായി നിങ്ങളോട് യാത്ര ചോദിക്കുകയാണ്. അല്ലാഹു തആല ഈ മജ്ലിസിൽ നിന്നും കബൂലാക്കി തരുമാറാവട്ടെ. സാധാരണ നമ്മൾ പരിപാടി കഴിഞ്ഞിട്ടാണ് പോകാറുള്ളത്. ഏതാണ്ട് ഒരു 3 മണി വരെയൊക്കെ നിൽക്കാറുണ്ടായിരുന്നു. ഇത് 2 വരെ ഡേറ്റിന് വന്നതുകൊണ്ട് അല്ലാഹു തആല ഈ മജ്ലിസ് കബൂലാക്കി തരട്ടെ. പ്രത്യേകിച്ച് ഇതിന് നേതൃത്വം നൽകുന്ന AC ഉസ്താദിന് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. അവരുടെ കുടുംബത്തിന് അല്ലാഹു ആഫിയത്ത് നൽകട്ടെ. അപ്പോൾ ആരോഗ്യപരമായി കുറച്ച് ക്ഷീണമൊക്കെ ഉണ്ട്. അല്ലാഹു തആല സീമലുദാന്റെ ബർക്കത്തുണ്ട്, മറ്റു മഹാന്മാരുടെയൊക്കെ ബർക്കത്തുണ്ട്. അല്ലാഹു പരിപൂർണ്ണ ശിഫ നൽകട്ടെ, ആഫിയത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ഇവിടെ നടന്ന മജ്ലിസുകളൊക്കെ ഏതാണ്ട് 10-13ഓളം ആഫിദുകൾക്ക് സനദ് കൊടുത്തു, ആഫിദത്തുകളൊക്കെ ഉണ്ട്. അല്ലാഹു തആല അൽഹംദുലില്ലാഹ് എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. അത് റാഹത്തോടുകൂടി ആ ഇഫ്ള് നിലനിർത്തി കൊണ്ടുപോകാൻ അവർക്കൊക്കെ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പരിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രാധാന്യമുള്ളതാണ്, വലിയ ശ്രേഷ്ഠത ഉള്ളതാണ്. ഒരു ഇഫ്ള് പഠിച്ച ഒരു മുതഅല്ലിം അല്ലെങ്കിൽ ഒരു ഇഫ്ള് പഠിച്ച ഒരു സഹോദരിയൊക്കെ മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് ആളുകളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനുള്ള അവസരം ഉണ്ട്. അപ്പോൾ അല്ലാഹു തആല കൂട്ടത്തിൽ ആ ഇഫ്ള് പഠിച്ച മക്കളെയൊക്കെ ആക്കി കൊടുക്കുമാറാവട്ടെ. അവർക്ക് മാതാപിതാക്കൾക്ക് രക്ഷപ്പെടാനുള്ള ഒരു വഴിയായി അല്ലാഹു അവർക്ക് അത് നിലനിർത്തി കൊടുക്കുമാറാവട്ടെ. അതിൻ്റെ കഴിവിൻ്റെ പരമാവധി നമ്മൾ അത് നിലനിർത്താൻ ശ്രമിക്കണം, അത് മറന്നു പോകരുത്. ആ പരിശുദ്ധ ഖുർആൻ ഇങ്ങനെ ഓതി നോക്കാൻ, അതിന് ദൗറയും അതുപോലെ പരിശുദ്ധ ഖുർആൻ ഇങ്ങനെ ഓതാനൊക്കെ ദിവസവും നമ്മൾ സമയം മാറ്റി വെക്കണം. അതിനൊക്കെ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇതൊക്കെ നാളെ ആഖിറത്തിലേക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യമായി അല്ലാഹു നമ്മിൽ നിന്ന് കബൂലാക്കി തരട്ടെ. പ്രത്യേകിച്ച് അതുപോലെ ഇവരുമായി ബന്ധമുള്ള ഇവിടുത്തെ പ്രവർത്തകരായ ആളുകൾ ദുബായിലൊക്കെ നൽകട്ടെ. പ്രത്യേകിച്ച് മജ്ലിസിൽ ഒരുമിച്ച് കൂടിയ സഹോദരന്മാർ, ഒരുപാട് സഹോദരിമാരുണ്ട്. അതുപോലെ ഓൺലൈനിലൂടെ അത് വീക്ഷിക്കുന്ന ആളുകൾ എല്ലാവർക്കും അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. ഇവിടെ നേതൃത്വം നൽകുന്ന ഉസ്താദുമാർ, സയ്യിദന്മാർ, മുത്തഅല്ലിമുകൾ എല്ലാവർക്കും അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. ഒരുപാട് ആളുകൾ ഉപകാരപ്പെടുന്ന മജ്ലിസുകൾ നടത്താൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.